ക്രിസ്മസ് രാവിലെ ദേവാലയത്തിൽ പോയി കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് ക്രിസ്തും ക്രിസ്റ്റിനെയും തിരിച്ചു വന്ന് അവരുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കുവാൻ തുടങ്ങിയത്. പുൽക്കൂട് ഒരുക്കവേ കുറച്ച് മരച്ചില്ലകൾ കൂടി വെച്ചാൽ അത് കൂടുതൽ മനോഹരമാകുമെന്ന ഐഡിയ നിർദ്ദേശിച്ചത് അവരുടെ പപ്പയായ ജോസഫാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ഓടിപ്പോയ ക്രിസ്തും ക്രിസ്റ്റീനെയും അവിടെ മുറിവെറ്റി കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. അപ്പോൾ അവരൊന്നും ചെയ്തില്ലെങ്കിലും തിരിച്ചു വന്ന പുൽക്കൂട് റെഡിയായിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ആ പട്ടിക്കുട്ടിയുടെ മുഖം വന്നു. അപ്പോൾ അവർക്ക് തലേന്ന് അവരുടെ അമ്മ ലീന വായിച്ച നല്ല സമരക്കാരന്റെ ബൈബിൾ ഭാഗവും ഓർമ്മയിൽ വന്നു. പിന്നെ ഒട്ടും വൈകാതെ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വീട്ടിലുള്ള മരുന്നുകളും കുറച്ച് തുണികളും ഒക്കെ എടുത്ത് ആ പട്ടിക്കുട്ടിയെ ശുശ്രൂഷിക്കാൻ അവർ പോയി. അപ്പോൾ അവരെ അന്വേഷിച്ചെന്ന മാതാപിതാക്കൾ കണ്ടത് ആ പട്ടിക്കുട്ടിയെ ശുശ്രൂഷിക്കുന്ന ആ കാഴ്ചയാണ്. അവരെ മാതാപിതാക്കൾ അഭിനന്ദിക്കുകയും ബാക്കി പുൽക്കൂട് റെഡിയാക്കുവാനൊക്കെ അവരെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം പാതിര കുർബാനയ്ക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു കരോൾ സംഘം അവരുടെ വീട്ടിലേക്ക് വന്നു. കരോൾ സംഘത്തിന്റെ നടുക്ക് നിൽക്കുന്ന സാന്റാക്ലോസിനെ കണ്ടുകൊണ്ട് ക്രിസ്റ്റീന പപ്പയോട് ചോദിച്ചു, പപ്പ, ഈ സാന്റാക്ലോസ് എങ്ങനെയാണ് ക്രിസ്മസിന്റെ ഭാഗമായി തീർന്നത്? അപ്പോൾ ജോസഫ് പറഞ്ഞു, മൈറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിക്കോളസ് എന്ന് പറയുന്ന ദയാലുവും ധനികനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ അടുത്തുള്ള കുറച്ച് പാവപ്പെട്ട വീടുകളിൽ ക്രിസ്മസ് രാത്രി സമ്മാന പൊതികൾ വെച്ചു. അങ്ങനെയാണ് സാന്റാക്ലോസ് ക്രിസ്മസിന്റെ ഭാഗമായതെന്നാണ് ഒരു കഥ. ഇത്രയും പറഞ്ഞ് അവർ പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിലേക്ക് പോകുന്ന വഴി പകുതിയായപ്പോഴേക്കും കള്ളന്മാരുടെ ഒരു സംഘം അവരെ വളഞ്ഞു. പേടിച്ചു പോയ ക്രിസ്റ്റിനോടും ക്രിസ്റ്റിനയോടും ലീന പറഞ്ഞു, ഉണ്ണീശോയോട് പ്രാർത്ഥിക്കൂ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം നായ്ക്കൾ വന്ന് ആ കള്ളന്മാരെ ആക്രമിക്കുകയും കള്ളന്മാർ ഓടിപ്പോവുകയും ചെയ്തു. ആ നായ്ക്കളുടെ ഇടയ്ക്ക് ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അത് അവരന്ന് രാവിലെ രക്ഷിച്ച ആ നായ്ക്കുട്ടിയായിരുന്നു. തങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിക്ക് പ്രതിഫലം തന്ന ദൈവത്തിനോട് ജോസഫും ലീനയും നന്ദി പറഞ്ഞു. ക്രിസ്തും ക്രിസ്റ്റീനയും ആകട്ടെ ആ പട്ടിക്കുട്ടിയെ ഒന്ന് തലോടുകയും അതിനോട് നന്ദി പറയുകയും ഒക്കെ ചെയ്തു. വളരെ നന്ദിയുള്ള ഹൃദയത്തോടെയാണ് അവർ നാലുപേരും ആ പതിര കുർബാന പങ്കുചേർന്നത്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും നമ്മുടെ ഫോണുകളിൽ അധികം സമയം ചെലവഴിക്കാതെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കാം. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സഹായം ആവശ്യമുള്ള അനേകം പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് സഹായിക്കാൻ നമുക്ക് ഈ ക്രിസ്മസിന് ശ്രമിക്കാം. എല്ലാവർക്കും മനോഹരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. കാറ്റഗിസം വിഭാഗത്തിലെ 11ാം ക്ലാസ്സിൽ നിന്നും ജോ ജോൺ സുനോജ്. താങ്ക് യു.